ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഹാപ്പി വെൽക്കം ടു മൈ ഇംഗ്ലീഷ് ക്ലാസ് വൺസ് അഗെയിൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റെക്കോർഡ് ചെയ്ത് വെച്ചത് NIOS +2 വിദ്യാർത്ഥികൾ പഠിക്കാനുള്ള മൂന്നാമത്തെ പാഠത്തിലെ സെക്ഷൻ 1 ആണ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള അസ്ട്രോളജേഴ്സ് ഡേ എന്നുള്ള പാഠത്തിലെ സെക്ഷൻ 1 നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്കതിലെ സെക്ഷൻ 2 ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ നോട്ട്ബുക്ക് അടുത്ത് വെച്ച് PDF ടെക്സ്റ്റ് ബുക്കോ കയ്യിലുണ്ടെങ്കിൽ അതും അടുത്ത് വെച്ച് നമ്മുടെ ഓരോ വരികളും സശ്രദ്ധം ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, സെക്ഷൻ 2 കേൾക്കുന്നതിന് മുമ്പേ നിങ്ങൾ സെക്ഷൻ 1 വന്ന 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കേട്ടതിന് ശേഷം മാത്രമേ ഈ സെക്ഷൻ 2 കേട്ടാൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവുകയുള്ളൂ എന്ന് മുഖവരയോട് ആദ്യമേ പറഞ്ഞ് ഞാൻ പാഠത്തിലേക്ക് വന്നു. കാരണം നമുക്കിവിടെ RK നാരായണൻ്റെ ഒരു വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മിസ്റ്റിക് സ്റ്റോറിയാണ് നമ്മളിതിൽ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ ഫിനിഷ് ചെയ്താണ്. ഒരു അസ്ട്രോളജർ, ഒരു ജ്യോത്സ്യൻ തൻ്റെ ജ്യോത്സ്യ പ്രവചനത്തിനായി തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ തെന്നിന്ത്യൻ ഭാഗത്തിലുള്ളൊരു തിക്കും തിരഞ്ഞു നിറഞ്ഞിരിക്കുന്ന ഒരു തമിഴ്നാടൻ ടൗൺഷിപ്പിലേക്ക് അല്ലെങ്കിൽ ടൗൺ ഹാളിലേക്ക് പോകുന്ന റോഡിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അവിടെ പലവിധ കച്ചവടക്കാർ വരുന്നു പോകുന്നു. അതിൻ്റെ ഇടയിൽ തൻ്റെ ജ്യോത്സ്യ വൃത്തിക്ക് വേണ്ടതായ സാമഗ്രികൾ സമിതം അദ്ദേഹം ഒരു ദിവസം രാവിലെ വന്ന് അവിടെ ഒരു മരച്ചുവട്ടിലേക്ക് കൊണ്ടൊരു ഒരു പുളിമരത്തിന് ചുവട്ടിലിരുന്നു കൊണ്ട് പ്രവചനം നടത്താനുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് സെക്ഷൻ 2ലേക്ക് പോകാം. നോക്കൂ, ഹി ഹാഡ് ലെഫ്റ്റ് ഹിസ് വില്ലേജ് വിത്തൗട്ട് എനി പ്രീവിയസ് തോട്ട് ഓർ പ്ലാൻ. തൻ്റെ ഗ്രാമം വിട്ട് അദ്ദേഹം ഇവിടേക്ക് വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഉണ്ടായിട്ടല്ല. ഹി ഹാഡ് ലെഫ്റ്റ് ഹിസ് വില്ലേജ്, തൻ്റെ ഗ്രാമം വിട്ടു പോന്ന് പ്രത്യേകിച്ച് ലെഫ്റ്റ് എന്നുള്ള ലീവിൻ്റെ പാസൻസ് ആണ്. ലെഫ്റ്റ് ഹിസ് വില്ലേജ് വിത്തൗട്ട് എനി പ്രീവിയസ് തോട്ട്, മുൻകൂട്ടിയുള്ള ചിന്തയൊന്നും കൂടാതെ, പ്ലാനോ പദ്ധതിയോ ആസൂത്രണമൊന്നും ഇല്ലാതെയാണ് അദ്ദേഹം തൻ്റെ ഗ്രാമം വിട്ടു പോകുന്നത് എന്ന്. അതായത് നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മളെ കയ്യിൽ വി ഹാവ് എ ക്ലിയർ കട്ട് പ്ലാൻ, നമുക്കൊരു ചില പ്രത്യേക പ്ലാനുകളും ആസൂത്രണങ്ങളൊക്കെ ഉണ്ടാവില്ലേ. എന്നാൽ ഇദ്ദേഹം അങ്ങനെയൊന്നുമല്ല. എന്താ, ഇഫ് ഹി ഹാഡ് കണ്ടിന്യൂഡ് ദർ he would have carried on the work of his forefathers. ഇനി തൻ്റെ ഗ്രാമത്തിൽ തന്നെയാണ് താൻ അവശേഷിക്കുന്നു എങ്കിൽ അദ്ദേഹത്തിന് തൻ്റെ ഫോർഫാദേഴ്സിൻ്റെ മുൻ പിതാമഹന്മാരുടെ തൊഴിൽ ചെയ്ത് തുടരേണ്ടി വരും. ഇഫ് എങ്കിൽ ഹി ഹാഡ് കണ്ടിന്യൂഡ്, അവൻ തുടർന്നു എങ്കിൽ, ദർ അവിടെ നിന്ന് അവൻ്റെ വില്ലേജിൽ, ഹി വുഡ് ഹാവ് കാരീഡ്, അവൻ വഹിച്ചു പോകേണ്ടതായിരുന്നു ദ വർക്ക്, ജോലി, അല്ലേ, ഓഫ് ഹിസ് ഫോർഫാദേഴ്സ് ആണ് മുൻ പിതാക്കന്മാർ, അച്ഛന്മാർ ചെയ്തു പോകുന്ന കുലത്തൊഴിൽ. അതെന്താണ്? നെയ്മിലി പേരെടുത്ത് പറയുകയാണെങ്കിൽ ടില്ലിങ് ദ ലാൻഡ് മീൻ ഫാമിങ് ദ ലാൻഡ്, അതായത് കൃഷിയിടം കൃഷി ചെയ്തുകൊണ്ട്, ടില്ലിയാണ് കൃഷി ചെയ്യുക എന്നുള്ള ഉള്ളിലൊക്കെ, ആൻഡ് ലിവിങ് ജീവിച്ചുകൊണ്ടും, മാരിയിങ് കല്യാണം കഴിച്ചുകൊണ്ടും, അല്ലേ, ആൻഡ് റൈപ്പനിങ് ഹിസ് കോൺഫീൽഡ്, തൻ്റെ കമ്പം ചോളവയലിൽ ചോളം ധാന്യങ്ങൾ റൈപ്പൻ ചെയ്തുകൊണ്ടും പാകമാക്കിക്കൊണ്ടും, ആൻ ആൻസ്ട്രൽ ഹോം, ഒരു പൈതൃക വീടായി നിലനിർത്തി പോരേണ്ടതാണ്. ഇഫ് ഹി ഡിഡിൻ ലീവ് ഹിസ് വില്ലേജ്, ദാറ്റ് മീൻ ഹി വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ എ പർട്ടിക്കുലർ വില്ലേജ്. അവൻ ജനിച്ചുള്ളത് പ്രത്യേക ഗ്രാമമാണ്. ആ ഗ്രാമം അദ്ദേഹം വിട്ടുപോന്നിങ്ങനെ ടൗണിലേക്ക് പോന്നിട്ടില്ലായിരുന്നു എങ്കിൽ കൃഷിയിടത്തിൽ കൃഷി ചെയ്തുകൊണ്ട് തൻ്റെ ജീവിതം മുന്നോട്ട് നീക്കേണ്ടി വരുമായിരുന്നു. ബട്ട് എന്നാൽ ദാറ്റ് വാസ് നോട്ട് ടു ബി, അത് അങ്ങനെയല്ല ഉണ്ടായത്. അവൻ്റെ ചരിത്രം പറഞ്ഞാൽ അങ്ങനെയല്ലായിരുന്നു. എന്താ, ഹി ഹാഡ് ടു ലീവ് ഹോം, അദ്ദേഹത്തിന് തൻ്റെ വീട് വിട്ടു ഗ്രാമം വിട്ടു പോരേണ്ടി വന്നു. ഹി ഹാഡ് ടു ലീവ് എന്നാണ് വിട്ടുപോകുക. ഹോം വിത്തൗട്ട് ടെല്ലിങ് എനിവൺ, ആരോടും പറയാതെ ഒരു സുപ്രഭാതത്തിലെങ്കിൽ ഇറങ്ങിപ്പോന്നാണ്. വിത്തൗട്ട് ടെല്ലിങ് എനിവൺ. ആൻഡ് ഹി കുഡ് നോട്ട് റെസ്റ്റ്, അങ്ങനെ വന്നാൽ അദ്ദേഹത്തിന് ഇറങ്ങിപ്പോന്നുകൊണ്ട് റെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ വിശ്രമം എന്നുള്ളത് അവൻ അറിയില്ലായിരുന്നു. ടിൽ ഏതുവരെ
ഹി ലെഫ്റ്റ് ഇറ്റ് ബിഹൈൻഡ് എ കപ്പിൾ ഓഫ് 100 മൈൽസ്. ഹി ലെഫ്റ്റ് ഇറ്റ്, അവനത് ഉപേക്ഷിച്ച് പോന്നു. എത്ര? എ കപ്പിൾ, ഒരു ജോഡി, 100 മൈൽസ്, ഒരു 100 മൈൽ, ഒരു 2.5 കിലോമീറ്റർ വ്യത്യാസമുള്ള ഒരു മൈൽസ്. അപ്പം ഒരുപാട്, ഒരു 10-300 കിലോമീറ്റർ ദൂരെയാണ് അദ്ദേഹത്തിൻ്റെ ജന്മനാട്. അവിടെ വിട്ടുപോകുന്ന അദ്ദേഹം പോന്നതിന് ശേഷം അദ്ദേഹത്തിന് റെസ്റ്റ് ഇല്ലായിരുന്നു. നോട്ട് റെസ്റ്റിൽ വരെ ഹി ലെഫ്റ്റ് ലീവിൻ്റെ പാസൻസ് വിട്ടുപോകാം. ബിഹൈൻഡ്, ലെഫ്റ്റ് ഇറ്റ് ബിഹൈൻഡ് ഉപേക്ഷിച്ച് പോരുക അല്ലേ. എ കപ്പിൾ ഓഫ് 100 മൈൽസ്. ഹൗ ഫാർ ഹിസ് ഹോം വില്ലേജ്? 100 മൈൽസ് ദൂരെ കിടക്കുന്നത്. ദെൻ ടു എ വില്ലേജർ ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഡീൽ if an ocean flowed between, അല്ലേ, if an ocean flowed between. He had a working analysis of mankind's trouble, marriage, money, പിന്നെ the triangles of human times. You see, ഒരു ഗ്രാമവാസിയെ സംബന്ധിച്ചോളം, ടു എ വില്ലേജർ, ഒരു ഗ്രാമവാസിയെ സംബന്ധിച്ചോളം, ഇറ്റ് ഈസ്, അത് എന്ന് പറയുന്നത് ഗ്രേറ്റ് ഡീലാണ്. ഒരു മഹാസമുദ്രം ഒഴുകി എത്തിയതുപോലെ തന്നെയാണ് പറഞ്ഞത്. നമ്മൾ ഗ്രാമത്തിൽ താമസിക്കാൻ വി ഹാവ് ടു ഫേസ് മെനി പ്രോബ്ലംസ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു അല്ലേ. പിന്നെ കുടുംബം, പശ്ചാത്തലം, കുട്ടികൾ, അവരുടെ എഡ്യൂക്കേഷൻ, കുടുംബത്തെ പോറ്റേണ്ട വ്യാകുലതകൾ, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും അല്ലേ. ഒരു ഗ്രാമവാസിയെ സംബന്ധിച്ച്, ടു എ വില്ലേജർ, ഒരു ഗ്രാമവാസിയെ സംബന്ധിച്ചോളം, ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഡീൽ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏത്? ആസ് ഇഫ്, ഇതുപോലെ, അൻ ഓഷ്യൻ, ഒരു മഹാസമുദ്രം, ഫ്ലോഡ് ബിറ്റ്വീൻ അല്ലേ, ഒരു വലിയ മഹാസമുദ്രം ഒഴുകിയെത്തുന്ന പോലെ ഒരുപാട് നൂറുകണക്കിന് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ഒരു ഗ്രാമവാസിക്ക് അല്ലേ. എന്താണ്? ഹി ഹാഡ് എ വർക്കിംഗ് അനാലിസിസ് ഓഫ് മാൻകൈൻഡ് ട്രബിൾ, മനുഷ്യരാശിയുടെ ദുരിതങ്ങളുടെ ഒരു വലിയ അനാലിസിസ്, വിശകലനം തന്നെ ഉണ്ടായിരിക്കും ഒരു ഗ്രാമവാസിക്ക്. എന്തൊക്കെയാണത്? നമ്മുടെ കോഴ്സ് ഓഫ് ലൈഫിൽ, നമ്മുടെ ജീവിത ലൈഫിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാവുന്നതൊക്കെയാണ്. മാരേജ്, കല്യാണം കഴിക്കാത്തവർക്ക് അല്ലേ, ബാല്യം, കൗമാരം, യൗവനം, ശൈശവം, വാർദ്ധക്യം, ഇങ്ങനെ വ്യത്യസ്ത ജീവിതദിശയിലൂടെ കയറിപ്പോകുന്ന ഒരു ഗ്രാമവാസിയെ സംബന്ധിച്ചോളം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ. മാൻകൈൻഡ്സ് ട്രബിൾ, മനുഷ്യരാശിയുടെ ദുരിതങ്ങൾ, മാരേജ്, കല്യാണങ്ങൾ, മണി, പൈസ വേണം അല്ലേ, അങ്ങനെ ദ ടാങ്കിൾസ് ഓഫ് ഹ്യൂമൻ ടൈസ്, ഒരുപാട് മനുഷ്യരുടെ ഏടാകുടങ്ങൾ, കെട്ടിക്കുടങ്ങളുടെ ഒരു ടാങ്കിൾ തന്നെ. ടാങ്കിൾ എന്ന് പറഞ്ഞാൽ ശരിക്ക് കെട്ടിക്കുടങ്ങൽ വേണം. ഒരുപാട് നമ്മളല്ലേ മുലകളെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും അല്ലേ. ലോങ് പ്രാക്ടീസ് ഹാഡ് ഷാർപ്പൻഡ് ഹിസ് പെർസെപ്ഷൻ, അതായത് ഒരുപാട് സുദീർഘ നാളത്തെ പ്രാക്ടീസ്, പരിചയം, ഹാഡ് ഷാർപ്പൻഡ്, മൂർച്ച കൂട്ടിയിട്ടുണ്ട്, ഹിസ് പെർസെപ്ഷൻ, അവൻ്റെ പിന്തുടർച്ചയെ. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ പിന്തുടർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനെ പിന്തുടർന്നു, അതെങ്കിൽ ഗ്രാമവാസികൾ കൃഷിയുമായി അങ്ങനെ പിന്തുടർന്നു പോകുന്നവർ അത് തന്നെ പിന്തുടരും. അതിനാണ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞത്. നമ്മൾ എന്തിനെ പിന്തുടർന്നുവോ അത് തന്നെ മൂർച്ച കൂട്ടി മുന്നിലേക്ക് അങ്ങനെ പോകാണ്. വിത്തിൻ 5 minutes ഹി അണ്ടർസ്റ്റുഡ് വാട്ട് വാസ് റോങ്. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ, വിത്തിൻ 5 minutes ഹി അണ്ടർസ്റ്റുഡ്, അവനെ മനസ്സിലാക്കി വാട്ട് വാസ് റോങ്, എന്താ കുഴപ്പമെന്ന്. അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്താണെന്ന് ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അദ്ദേഹം മനസ്സിലാക്കിയെടുത്തു. വിത്തിൻ 5 minutes ഹി അണ്ടർസ്റ്റാൻഡ് പാസൻസ് ആണ്. വാട്ട് വാസ് റോങ് മീൻ വാട്ട് വാസ് മിസ്റ്റേക്കൺ, എന്താണ് കുഴപ്പമെന്നുള്ളത്. ഹി ചാർജ്ഡ് 3 പീസ് പെർ ക്വസ്റ്റ്യൻ ആൻഡ് നെവർ ഓപ്പൺ ഹിസ് മൗത്ത് till the other had spoken for at least. ഇവൻ ഈ ജ്യോത്സ്യ പ്രവചനത്തിനായിട്ട് ഇരിക്കുമ്പോൾ അവൻ ഓരോ ചോദ്യങ്ങൾക്കും 3 പീസ് എന്ന, അതായത് അയാളുടെ പ്രതിഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഹി ചാർജ് 3 പീസ് മീൻ 3 rupees നമുക്ക് എടുക്കാം, അതായത് 3 രൂപ വെച്ച് ഓരോ ക്വസ്റ്റ്യനും. ആൻഡ് നെവർ ഓപ്പൺഡ് ഹിസ് മൗത്ത്, അങ്ങനെ കിട്ടിയ പിന്നെ തൻ്റെ വാ തുറക്കുകയില്ല. ടിൽ, അതുവരെ. ദ അതർ ഹാഡ് സ്പോക്കൺ ഫോർ അറ്റ്ലീസ്റ്റ് 10 minutes. അതായത് പ്രശ്നക്കാരായി വരുന്ന തൻ്റെ കസ്റ്റമേഴ്സുകൾ ഒരു ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം അങ്ങനെ 3 ചോദ്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു ചോദ്യത്തിന് 3 രൂപ വെച്ചിട്ട് അദ്ദേഹം
പൈസ വാങ്ങും, അല്ലെങ്കിൽ അത് പ്രതിഫലത്തെക്കുറിച്ചാണ്. അങ്ങനെ തൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നവരുടെ മുമ്പിൽ നെവർ ഓപ്പൺഡ് ഹിസ് മൗത്ത്, അവൻ്റെ വായ അവൻ ഒരിക്കലും തുറക്കാറില്ല. ടിൽ, ഏതുവരെ? ദ അതർ, മറ്റേ വ്യക്തി. ഇവിടെ ദ അതർ എന്ന് പറഞ്ഞാൽ എതിർ കക്ഷി എന്ന് പറഞ്ഞാൽ തൻ്റെ മുമ്പിൽ വരുന്ന പ്രച്ഛകൻ അല്ലെങ്കിൽ ചോദ്യം അന്വേഷിച്ച് വരുന്നവൻ ഹാഡ് സ്പോക്കൺ, സംസാരിക്കുന്നവരെ ഫോർ അറ്റ്ലീസ്റ്റ് 10 മിനിറ്റ്, ഒരു 10 മിനിറ്റ് എതിർ കക്ഷി എന്ത് സംസാരിക്കുന്നുവോ, ഇതൊരു സൈക്കോളജിക്കലാണ്, അത് കേൾക്കും. വിച്ച് പ്രൊവൈഡഡ് ഹിം, അത് അവന് നൽകും വേണ്ടത്ര. പ്രൊവൈഡ് ഹിം എനഫ് സ്റ്റഫ്, വേണ്ടത്ര വിവരങ്ങൾ ഇവിടത്തും. ഫോർ എ ഡസൺ ആൻസേഴ്സ്, ഒരു ചോദ്യങ്ങൾക്ക് 1 ഡസൻ ഉത്തരം കൊടുക്കാൻ അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന ഒരു വിദ്യയാണ്. ആൻഡ് അഡ്വൈസസ്, ഉപദേശങ്ങളും. ഈ ജ്യോത്സ്യന്മാർക്കും കൈ നോക്കുന്നവർക്കും ഒക്കെ ഒരു സൈക്കോളജിക്കൽ എഫക്റ്റ് ആണ്. കാരണം നമ്മളിപ്പോൾ കൈ നോക്കാൻ ഒരു കൈനോട്ടക്കാരന് മുമ്പിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ച് അവിടെ നിർത്തും. എന്താ, ബാക്കി മറ്റുള്ളവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന രീതിയിൽ. അതായത് ഇപ്പൊ പറയാണ്, നിങ്ങളുടെ വീട്ടില് എന്ന് പറഞ്ഞവിടെ നിർത്തും. നിങ്ങളുടെ വീട്ടില് എന്ന് പറഞ്ഞ് നിർത്തിയ ബാക്കി ആ ഓപ്പോസിറ്റിൽ ഇരിക്കുന്ന ആൾ പറയും, ആ ശരിയാ, എൻ്റെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാണ്ട്, അതുകൊണ്ട് പിന്നെ എന്താണ്, അങ്ങനെ അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന ഒരു പ്രോബബിലിറ്റി സിദ്ധാന്തമാണ് ഇവിടെ പറയുന്നത്. ഇദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചാൽ പിന്നെ ഒരു 10 മിനിറ്റ് എതിർ കക്ഷിയെ കൊണ്ട് വാ തുറപ്പിച്ച് പറയിപ്പിക്കും. അതുവരെ ഇദ്ദേഹം അല്ലാണ്ട് ഒരു ജ്യോത്സ്യം ശാസ്ത്രീയമായി പഠിച്ച വ്യക്തിയല്ല ആർ.കെ. നാരായൺ കാണിക്കുന്നത്. ജീവിക്കാൻ വേണ്ടി ഒരു ഉപായം കണ്ടെത്തി വഴിയോരങ്ങളിൽ വന്ന് നിൽക്കുന്ന ഒരു ഉദരനിമിത്തം ബഹുകൃത വേഷം എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ചില അടവുകളാണ് ഇദ്ദേഹം നടത്താറ് എന്ന്. ദെൻ വെൻ ഹി ടോൾഡ് ദ പേഴ്സൺ, എപ്പോഴാണോ അദ്ദേഹം ആ വ്യക്തിയോട് പറഞ്ഞു കൊടുക്കുന്നത്, ടോൾഡ് എന്നുള്ള ടെലിന്റെ പാസ്സാണ്. വെൻ ഹി ടോൾഡ് ദ പേഴ്സൺ ബിഫോർ ഹിം, തന്റെ മുമ്പാകെ വന്ന് നിൽക്കുന്ന വ്യക്തിയോട് അവൻ പറയുമ്പോൾ, ഗെയ്സിങ് മീൻ ലുക്കിംഗ് അറ്റ് ഹിസ് പാം, അവന്റെ കൈ നോക്കിക്കൊണ്ട്, കൈരേഖയൊക്കെ നോക്കിക്കൊണ്ട്, ചിലപ്പോൾ കയ്യോ നോക്കട്ടെ എന്ന് ചോദിക്കും, മുഖം നോക്കട്ടെ എന്ന് ചോദിക്കും. അങ്ങനെ കൈരേഖാശാസ്ത്രം, മുഖശാസ്ത്രം, ഇങ്ങനെ കുറെ ശാസ്ത്രങ്ങളുണ്ട്. അപ്പൊ ഗെയ്സ് മീൻ ലുക്കിംഗ് അറ്റ് ഹിസ് പാം. ഇനി അദ്ദേഹം പറയുന്ന ചില കോട്ടുകൾ, കൊട്ടേഷനിലാണ് പറയുന്നത്. ആ കൊട്ടേഷൻ നോക്കുക. എന്താ, ഇങ്ങനത്തെ ചില സൂത്രവിദ്യയാണ് അദ്ദേഹം പറയുക. തന്റെ മുമ്പിൽ വന്നിരിക്കുന്നവനോട് കൈ നോക്കിയിട്ട് ആ കൈയിലൂടെ നോക്കിയിട്ട് അവൻ പറയും, ഹി വാസ് എ ഫോർടെല്ലർ. അദ്ദേഹം ഒരു ഫോർടെല്ലിങ് ആണ്. അദ്ദേഹം മുന്നേ കൂട്ടി പ്രവചിക്കും. എന്താണ് ഈ കൊട്ടേഷൻ നോക്കൂ. ഇൻ മെനി വേസ് യു ആർ നോട്ട് ഗെറ്റിംഗ് ഫുള്ളസ്റ്റ് റിസൾട്ട് ഫോർ യുവർ എഫേർട്ട്. നമുക്കും എല്ലാവർക്കും ബാധകല്ലേ. എന്താ പറയുന്നത്, മുമ്പിൽ തൻ്റെ ഭാവി വർത്തമാനമൊക്കെ അറിയാൻ വന്നിരിക്കുന്ന ഒരാളോട് പറയും, ഇൻ മെനി വേസ്, പല രീതിയിലും, യു ആർ നോട്ട് ഗെറ്റിംഗ്, നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നില്ല, യു ആർ നോട്ട് ഗെറ്റിംഗ് ദ ഫുള്ളസ്റ്റ് റിസൾട്ട്, നീ ഇച്ഛിക്കുന്ന, നീ ആഗ്രഹിക്കുന്ന അനന്തരഫലം, റിസൾട്ട് നിനക്ക് കിട്ടുന്നില്ല മോനെ, ഓഫ് യുവർ എഫേർട്ട്, നിന്റെ പരിശ്രമത്തിന്. അതാർക്കും ബാധകല്ലേ. നിങ്ങൾ ഒരുപാട് പരിശ്രമിക്കുന്ന കൂട്ടത്തിലാണ്, പക്ഷെ നിങ്ങളുടെ പരിശ്രമത്തിന് വേണ്ടതായ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നൊക്കെ കാച്ചും. അത് തന്നെ അവിടെ പറയുന്നത്, ഒരു കൊട്ടേഷൻ. ഒരുത്തൻ്റെ മുഖത്ത് നോക്കി ഇവൻ പറയും. ഇത് ഇദ്ദേഹം എടുക്കുന്ന ചില രീതികളാണ്. നമ്മളിപ്പോഴും കഥയിലേക്ക് കടന്നിട്ടില്ല കേട്ടോ. ഇൻ മെനി വേസ് യു ആർ നോട്ട് ഗെറ്റിംഗ് ദ ഫുള്ളസ്റ്റ് റിസൾട്ട് ഫോർ യുവർ എഫേർട്ട്, നിന്റെ പരിശ്രമത്തിന് വേണ്ടതായ ഫുൾ റിസൾട്ട് നിനക്ക് കിട്ടുന്നില്ല, എഫേർട്ട്. ദെൻ അതൊന്ന്. ദെൻ എന്നിട്ട് എഴുത്തുകാരൻ ഇവിടെ പറയുന്നത് നോക്കും, 9 out of 10 were disposed to agree with them. 10ൽ 9 പേരും ഇതിനെക്കുറിച്ച് വിയോജിപ്പുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും യോജിപ്പായിരിക്കും, എല്ലാവർക്കും എഗ്രി ചെയ്യുന്നതാണ്. ഇപ്പം നിങ്ങളോട് പറഞ്ഞാലും അതന്നെ, ശരിയാണ്, ഞാൻ പരിശ്രമിക്കുന്നതിൻ്റെ അനന്തരഫലം എനിക്ക് ഫുള്ളി കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ 10ൽ 9 പേർക്കും അത് ഓക്കെ ആയിരിക്കും, അല്ലേ? ആണ്. 9 out of were disposed to agree with them. Then or അല്ലെങ്കിൽ ഹി ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ അവൻ ചോദ്യം ചെയ്യും. അടുത്ത അളവ് എന്താ, ചില ചോദ്യങ്ങൾ വയ്ക്കും. എന്താ കൊട്ടേഷൻ നോക്കൂ. ഈ കോട്ട എന്താ, ഈസ് ദർ എനി വുമൺ ഇൻ യുവർ ഫാമിലി, അത് ഇപ്പോ നിങ്ങളുടെ കുടുംബത്തിൽ വല്ല പെണ്ണുങ്ങളും എന്ന് പറഞ്ഞ് നിർത്തും, അല്ലേ? ഇഫ് ദർ എനി വുമൺ ഇൻ യുവർ ഫാമിലി, മേ ബി ഒരു പക്ഷേ ഈവൻ ഡിസ്റ്റന്റ് റിലേറ്റീവ്, നിങ്ങളൊരു അകന്ന ബന്ധു. അതെ, നിങ്ങളുടെ വീട്ടിലൊരു എടാകൂടമായിട്ടൊരു അകന്ന ബന്ധു, ഒരു പെണ്ണ്, ഒരു സ്ത്രീ, ഹു ഇസ് നോട്ട് വെൽ ഡിസ്പോസ് ടുവേർഡ്സ് ഹിം, നിന്നോട് വലിയ പ്രിയമില്ലാത്ത, നിനക്ക് വലിയ ഇഷ്ടമില്ലാത്ത, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു അകന്ന ബന്ധുവായിരിക്കുന്ന ഒരു സ്ത്രീ എന്ന് പറഞ്ഞ് നിർത്തിയാൽ മതി. അപ്പോഴേക്കും മറ്റേ ആൾ പറയാം, ശരിയാ, ഞങ്ങളുടെ കുടുംബത്തിലെ അമ്മായിൻ്റെ, അവൾക്ക് ഞങ്ങൾ നന്നാവണം തീരെ കണ്ടുകൂടാ, അങ്ങനെ അവരെ കൊണ്ടുതന്നെ പറയിപ്പിക്കും. മനസ്സിലാവുന്നുണ്ട് ഈ വിദ്യ. അപ്പൊ ഇവനും ചോദിക്കും, നിങ്ങളൊരു അകന്ന ബന്ധു ആകുന്നൊരു സ്ത്രീ ഇല്ലേന്ന് ചോദിക്കും.
ഇങ്ങനെ ചില സൈക്കോളജിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ് ഇവന്റെ ഈ പരിപാടി. അല്ലാണ്ട് ശാസ്ത്രീയമായിട്ട് ജ്യോത്സ്യം പഠിച്ചവനല്ലായിരുന്നു ഇവിടെ കഥാകൃത്ത് വരച്ച് കാണിക്കുന്ന ഈ അസ്ട്രോളജർ. ഹിയർ an astrologer has some tricks in his mind to ask before his opponent. Then or അല്ലെങ്കിൽ he gave an analysis of character. അല്ലെങ്കിൽ ഈ അടവും പറ്റിയില്ലെങ്കിൽ അദ്ദേഹം ക്യാരക്ടർ, സ്വഭാവം എടുത്തിട്ടൊരു വിശകലനം ചെയ്യും. അനാലിസിനെ വിശകലനം ചെയ്യുക. ക്യാരക്ടർ എന്നെന്താ? സ്വഭാവം. എന്താ പറയുന്നു നോക്കൂ, ആ കൊട്ടേഷനൊക്കെ നോക്കും. മോസ്റ്റ് ഓഫ് യുവർ ട്രബിൾ, നിന്റെ ദുരിതങ്ങൾക്ക് അധികവും ആർ ഡ്യൂ ടു യുവർ നേച്ചർ. നിനക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ടല്ലേ, അതിന്റെ പ്രധാന കാരണം നിന്റെ സ്വഭാവത്തിന്റെ പ്രശ്നമാണ്. നീ മുൻകോപിയാണ്, നീ ക്ഷിപ്രകോപിയാണ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ചില ആൾക്കാർ അതിൽ വീഴുന്നവരുണ്ടാവും. ശരിയാ, ഞാൻ എടുത്തുചാട്ടക്കാരനാണ്. അപ്പൊ അതും നേരത്തെ പറഞ്ഞതും, നേരത്തെ പറഞ്ഞ അടവുകള്, നീ ഇച്ഛിക്കുന്ന പ്രതിഫലം നിനക്ക് കിട്ടാതെ കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. ശരിയാണ്. നിന്റെ വീട്ടിലൊരു അകന്ന ബന്ധു നിനക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു പെണ്ണില്ലാതിരിക്കുവോ? ശരിയാണ്. അടുത്തും പറ്റിയില്ലെങ്കിൽ പറയും നിന്റെ സ്വഭാവം ഒരു വലിയ പ്രശ്നമാണ്. മോസ്റ്റ് ഓഫ് യുവർ ട്രബിൾ, നിനക്ക് വന്നു ചേരുന്ന ദുരിതങ്ങൾ അധികം ഡ്യൂ ടു, അത് കാരണം യുവർ നേച്ചർ, നിന്റെ നേച്ചർ കാരണമാണ്. അടുത്ത് ഹൗ കാൻ യു ബി അതർവൈസ് വിത്ത് സാറ്റേൺ എക്സ്റ്റീരിയർ. അതെ, ശനി പുറത്തേക്ക് നോക്കിക്കുമ്പോൾ, അല്ലെങ്കിൽ സാറ്റേൺ വേർ ഹീസ്, നോക്കൂ നിന്റെ രാശിക്രമത്തിൽ ശനി എവിടെ നിൽക്കണമെന്ന് അറിയോ? ശുദ്ധ അബദ്ധത്തിലാണ്. അപ്പൊ ശനിയുടെ പ്രശ്നം, സാറ്റേൺ എന്ന് പറഞ്ഞ ശനി അല്ലേ? അപ്പൊ ബുധൻ, ശനി എന്നൊക്കെ പറഞ്ഞ കുറെ ഗ്രഹങ്ങളുടെ പകർച്ചയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഗ്രഹാധിപൻ അവിടെയാണ്, ഇവിടെയാണ്, സൂര്യൻ അവിടെയാണ്, ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഈ പണിക്കന്മാർ നമ്മുടെ അവരുടെ പ്രവൃത്തി അല്ലെങ്കിൽ അവരുടെ ജ്യോത്സ്യ പ്രവചനം നടത്തുക. ആദ്യം അവർ രാശി വയ്ക്കും, രാശിയിൽ ശനി ഇത്രയിലാണ്, 4 ശനി, 5 വ്യാഴം, 10 ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ പറയുകയാണ് മോസ്റ്റ് ഓഫ് യുവർ ട്രബിൾസ് വാസ് ഡ്യൂ ടു നേച്ചർ, ഹൗ ക്യാൻ യു ബി അതർവൈസ്. നിനക്ക് എങ്ങനെയാ മറിച്ച് വരിക? നിന്റെ സ്വഭാവം അങ്ങനെ തന്നെ വരുള്ളൂ. കാരണം ശനി നിൽക്കേണ്ടടത്തല്ല നിൽക്കുന്നത്. ശനി എവിടെ നിൽക്കണം നോക്കൂ, വേർ ഈസ്. ഇങ്ങനെ കുറെ അടവുകളൊക്കെ പറയും. ചൊവ്വാദോഷമുണ്ട്, മറ്റേ ദോഷമുണ്ട്, നിനക്കിപ്പോ കണ്ടക ശനിയാണ് എന്നൊക്കെ പറയും. യു ഹാവ് എ, അടുത്ത് പറയുന്നത് യു ഹാവ് ആൻ എ ഇംബീറ്റിയസ് നേച്ചർ, നിനക്കൊരു പ്രത്യേക പ്രേരണാത്മകമായ സ്വഭാവമാണ്. ഇംബീറ്റിയസ്, പ്രേരണ നൽകുന്ന, ഇംബീറ്റിയസ് എന്നാണ്. ആൻഡ് എ റഫ് എക്സ്റ്റീരിയർ, പുറത്തേക്ക് നീ പരുക്കനാണ്. അങ്ങനെയാണ് ചില ആൾക്കാർ. പുറത്തേക്ക് എക്സ്റ്റീരിയർ ആണ്, ഉള്ളില് ഇന്റീരിയർ നീ സ്മൂത്ത് ആണ്. അത് ആരോട് പറഞ്ഞാലും കേൾക്കും. എന്താ, നീ പുറത്തൊരു പരുക്കനാണെങ്കിൽ അകത്ത് നീ ശുദ്ധനാണ് അല്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞ ഏതാക്കും അപ്ലിക്കബിൾ ആണ് ഇതൊക്കെ. അപ്പൊ നമ്മൾ ശരി, ഇയാൾ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. നീ മൃദുല സ്വഭാവക്കാരനാണ്, പക്ഷെ നിന്റെ മനസ്സ് വായിക്കാൻ അധികം പേർക്കും കഴിയുന്നില്ല. അതാ നിന്റെ പ്രശ്നങ്ങൾക്ക് കാരണം, അതാ നിന്റെ ഭാര്യയ്ക്ക് നിന്നെ കണ്ടുകൂടാത്തത്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആരാ ഈ ജ്യോതിഷത്തിന് വീഴാത്തത്? ഹലോ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ദെൻ അപ്പൊ ഇങ്ങനത്തെ കുറെ കൊട്ടേഷൻ അവൻ അങ്ങോട്ട് അടിച്ചു വിടും തൻ്റെ മുമ്പിൽ വരുന്ന അതേഴ്സിന്റെ മുമ്പിൽ. ദിസ് എൻഡിയേഡ് ഹിം, ഇത് അവനെ പ്രീതിപ്പെടുത്തും. ടു ദെയർ ഹേർട്ട്, അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന്. ഇത്തരം ചില വാക്പ്രയോഗങ്ങൾ നടത്തിയാൽ മൈ ഡിയേഴ്സ്, എതിർ കക്ഷിക്ക് അത് ഭയങ്കര പ്രിയമായിരിക്കും. എൻഡിയർ മീൻ വെരി ഡിയർ. ടു ദെയർ ഹേർട്ട്, അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന്. ഇങ്ങനെ വന്നാൽ ഫോർ ഈവൺ ദ മൈൽഡസ്റ്റ് ഓഫ് അസ്, നമ്മളെ ഏറ്റവും മൈൽഡായി സ്വഭാവമുള്ളവർ പോലും ചിന്തിക്കും എന്താണ്, ദാറ്റ് ഹി ഹാസ് ഫോർബിഡിങ് എക്സ്റ്റീരിയർ, തനിക്ക് ഒരു ഫോർബിഡിങ് എക്സ്റ്റീരിയർ ആണ് എന്നുള്ളത് ഏത് ശുദ്ധ മനസ്സ് സമ്മതിക്കും? ഏതാരോട് നിങ്ങൾ പറഞ്ഞു നോക്കൂ. നിന്റെ എക്സ്റ്റീരിയർ, നിന്റെ പുറം കുറച്ച് പരുക്കനാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ അത് ഏതൊരാളും എതിർക്കില്ല. ശരിയാണ്, ഫോർബിഡാണ്, വിലക്ക് എന്നാണ് എന്ന് പറയുന്നു. അപ്പോ ഇതൊക്കെയാണ് തൻ്റെ അടവുകൾ. ഇങ്ങനെയുള്ള ഉദ്ദേശം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കഴിവ് കൊണ്ട് മാത്രമാണ് അവൻ ജ്യോത്സ്യപ്പണി വന്നിട്ടുള്ളത്. അല്ലാണ്ട് ജ്യോത്സ്യം, ഹോരശാസ്ത്രം അല്ലെങ്കിൽ പ്രശ്നമാർഗമോ അതൊന്നും അതിൻ്റെതായ ഗ്രന്ഥങ്ങൾ വായിച്ച് പഠിച്ച്, ശരിക്കൊരു ജ്യോത്സ്യം കരഗതമാക്കണമെങ്കിൽ 10-15 വർഷമെങ്കിലും മിനിമം പഠിക്കണം. എന്നാൽ തന്നെ ഡീറ്റെയിൽ ആവില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ അതാണ് പറയുന്നത്.
ഇനി അടുത്തെന്താ പറയുന്നത്? ദ നട്ട്സ് വെൻഡർ ബ്ലൂ ഔട്ട് ഹിസ് ഫ്ലയർ. അന്ന് ആ ദിവസം നമ്മുടെ കഥ. ഇനി നമ്മൾ വല്ല കഥയിലേക്ക് പോകുന്നു. ഇത് ചില ഇതിവൃത്തങ്ങൾ പറഞ്ഞാണ്. ഇനി ആ കടലക്കാരനുണ്ടല്ലോ, കടല വറക്കുന്ന അവന്റെ വെളിച്ചത്തിലാണല്ലോ ഇവൻ നിൽക്കുന്നത്. ഇവനെ കറണ്ടും വെളിച്ചമൊന്നുമില്ലല്ലോ. അപ്പോൾ ദ നട്ട്സ് വെൻഡർ, കടല കച്ചവടക്കാരൻ, ബ്ലൂ ഔട്ട് ഹിസ് ഫ്ലയർ, ഇത്രയും അവന്റെ തീ കെടുത്തി, സ്റ്റൗവിലെ വെളിച്ചം കെടുത്തി. എന്താണ് ബ്ലൂ ഔട്ടർ ഊതി കെടുത്തി എന്ന് പറഞ്ഞാൽ ബ്ലോ ഔട്ടിന്റെ പാസൻസ്, ബ്ലോ ഔട്ട് ഊതി കെടുത്ത ബ്ലൂ ഔട്ട്. അപ്പൊ എന്താ പറഞ്ഞ അർത്ഥം? ഇവന്റെ ബിസിനസ് വൈകുന്നേരമായി എന്നർത്ഥം. അവന്റെ വെളിച്ചം അണച്ചു. ആൻഡ് റോസ്, കാരണം ഇവന്റെ വെളിച്ചത്തിന്റെ ഔദാര്യത്തിലാണല്ലോ നമ്മുടെ ജ്യോത്സ്യൻ ആ റോഡ് സൈഡിൽ ഇരുന്നിട്ട് പണിയെടുക്കുന്നത്. ആൻഡ് ഹി റോസ് ടു ഗോ ഹോം, അയാൾ വീട്ടിലേക്ക് പോകാൻ തയ്യാറായി. ചന്തയല്ലേ, പലവിധ കച്ചവടക്കാർ അവരെ ബിസിനസ് ഒക്കെ കഴിഞ്ഞാൽ അവർ പെറുക്കി ചുരുട്ടി വീട്ടിലേക്ക് പോകും. ഈ കടല കച്ചവടക്കാരനും തന്റെ അന്നത്തെ പണിയെല്ലാം തീർന്നു, അവൻ ചുരുട്ടി കെട്ടി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇയാൾ ചുരുട്ടി കെട്ടിയാൽ ദിസ് വാസ് എ സിഗ്നൽ ഫോർ ദ അസ്ട്രോളജർ. അത് നമ്മുടെ പണിക്കർക്കും ഒരു സൂചനയാണ്, ഒരു ഹിന്റാണ്, ഒരു സിഗ്നലാണ് ഫോർ ദ അസ്ട്രോളജർ ടു ബണ്ടിൽ അപ് ടു. അദ്ദേഹവും പെറുക്കി കെട്ടാൻ, തന്റെ സാമഗ്രികളൊക്കെ പെറുക്കി കെട്ടാനായിട്ടുണ്ട് മോനെ, കാരണം ഞാൻ പോവുക വീട്ടിലേക്ക്, ഇനി നീ എന്റെ വെളിച്ചത്തിൽ. അത് അവനുള്ളൊരു സൂചനയാണെന്നാ പറഞ്ഞ ടു. സിൻസ്, കാരണം ഇറ്റ് ലെഫ്റ്റ് ഹിം ഡാർക്ക്നെസ്, കാരണം ഇനി അവൻ അവിടെ ഇരുന്ന ഇരുട്ടാവും, ഡാർക്ക്നെസ് ആയിരിക്കും. എക്സെപ്റ്റ് ഫോർ എ ലിറ്റിൽ ഷാർപ്പ് ഓഫ് ഗ്രീൻ ലൈറ്റ്, ഒഴികെ അവിടുന്ന് ഇവിടുന്നും വരുന്ന ചില പച്ച വെളിച്ചത്തിന്റെ വെളിച്ചം മാത്രമേ കിട്ടുള്ളൂ, അരണ്ട വെളിച്ചം. വിച്ച് അത് സ്പ്രേഡ്, അരഞ്ഞു വരിക അല്ലെ, സ്പ്രേ ചെയ്ത് വരിക ഫ്രം സംവർ, അങ്ങ് അവിടുന്ന് ഇവിടുന്നും. ആൻഡ് ടച്ച് ദ ഗ്രൗണ്ട് ബിഫോർ ഹിം, തന്റെ ഗ്രൗണ്ടിൽ തട്ടി അവിടുന്ന് ഇവിടുന്നും വരുന്ന ചില വെളിച്ചത്തിന്റെ വെട്ടത്തിൽ മാത്രമേ പിന്നെ അവനും ഇത് നടക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് കടലക്കാരൻ പെറുക്കി കെട്ടിയാൽ പൂട്ടിക്കെട്ടിയാൽ ഇവനും പൂട്ടിക്കെട്ടി എന്നർത്ഥം. അതൊരു ഹിന്റാണ് അവന്. അങ്ങനെ ഹി പിക്ഡ് അപ്പ് ഹിസ് കവറി ഷെൽ, തന്റെ കവടി സഞ്ചിയൊക്കെ പെറുക്കി കെട്ടി. കാരണം കടലക്കാരൻ നിർത്തുകയല്ലേ, അപ്പൊ ഇവനും തന്റെ കവറി ഷെല്ലെല്ലാം സാമഗ്രികള്, പിന്നെ പാരാഫെർനേലിയ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സാമഗ്രികൾ, അദ്ദേഹത്തിന്റെ ബാനറ്, പിന്നെ ആ രാശി വെക്കാനുള്ള പലക, അവരുടെ ഇരിപ്പിട, അതൊക്കെ പെറുക്കി കിട്ടിയവൻ. അദ്ദേഹത്തിന്റെ പാരാഫെർനേലിയൊക്കെ അദ്ദേഹം എടുക്കി കിട്ടി. ആൻഡ് ഹി വാസ് പുട്ടിങ് ദം ബാക്ക് ടു ഹിസ് ബാഗ്, ഇതൊക്കെ പെറുക്കി തന്റെ ബാഗിലേക്ക് തിരിച്ചു വെക്കാൻ നിൽക്കുകയായിരുന്നു. പുട്ടിങ് ബാക്ക് ടു ഹിസ് ബാഗ് വെൻ, അപ്പോഴാണ് ദ ഗ്രീൻ ഷാഫ്റ്റ് ഓഫ് ലൈറ്റ്, ആ രണ്ട് വരുന്ന ആ പച്ച വെളിച്ചം വാസ് ബ്ലോട്ടഡ് ഔട്ട്. അതായത് ആ പച്ച വെളിച്ചവും ബ്ലോട്ടഡ് ഔട്ട് ആയപ്പോൾ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഇനി പെറുക്കി കെട്ടി പോകാം എന്ന് വിചാരിക്കുകയാണ്. അപ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇനിയാണ് നമ്മൾ കഥയിലേക്ക് പോകുന്നത്. അദ്ദേഹം വൈകുന്നേരമായപ്പോൾ കടലക്കാരന്റെ വെളിച്ചം അണച്ച് അവിടെ മിന്നി തിളങ്ങി വന്നിരുന്ന ആ പച്ചപ്രകാശവും അതും ബ്ലോക്ക് ഔട്ട് ആയപ്പോൾ, അല്ലെങ്കിൽ ബ്ലോട്ടഡ് ഔട്ട് ആയപ്പോൾ അവൻ സാധനങ്ങളൊക്കെ നിർത്തി പോവാം എന്ന് വിചാരിക്കുമ്പോഴാണ് ഹി ലുക്ക്ഡ് അപ്പ്, അവൻ ഇങ്ങനെ മുകളിലേക്ക് നോക്കി. ലുക്ക്ഡ് അപ്പ്, ആൻഡ് സോ, അപ്പൊ കണ്ടു എ മാൻ സ്റ്റാൻഡിങ്. അപ്പോഴാണ് 12-ാം മണിക്കൂറിൽ ഒരു മനുഷ്യൻ വന്ന് നിൽക്കുന്നു ബിഫോർ ഹിം, തന്റെ മുമ്പിൽ. ഇനി ഭാവി പ്രവചനം രാശി വെക്കലൊന്നും ഇല്ല, താൻ വീട്ടിലേക്ക് പോവുകയാണ് എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ തന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. മൈ ഡിയേഴ്സ്, ഇവിടെയാണ് നമ്മൾ കഥയിലേക്ക് പ്രവേശിക്കുന്നത്. ഇതുവരെ ഈ ജോൽസിനെ കുറിച്ചുള്ള വിവരണവും ആ ചന്തയെ കുറിച്ചുള്ള വിവരണവും ഒക്കെയാണ് നമ്മൾ കഥയിൽ തന്നത്. അപ്പോ രാശി വെച്ച് ഭാവി പറഞ്ഞു കൊടുക്കുന്ന നമ്മുടെ ജ്യോത്സ്യർ സന്ധ്യാസമയത്ത് തന്റെ വീട്ടിലേക്ക് പ്രത്യാഗമനം നടത്താൻ നിൽക്കുന്ന സമയത്താണ് ഒരു മനുഷ്യൻ തന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. ബിഫോർ ഹിം ഹി സെൻസ്ഡ് എ പോസിബിൾ ക്ലയന്റ് ആൻഡ് സെഡ്, അവന് മനസ്സിലായി ഇതൊരു ക്ലയന്റ് ആണ്, തന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു കക്ഷിയാണ്. എന്നിട്ട് പറഞ്ഞു, എന്താ? അടവെടുത്തു, നേരത്തെ പറഞ്ഞ അടവ്. എന്താ പറഞ്ഞത്? യു ലുക്ക് സോ കെയർ വോൺ, ഇറ്റ് വിൽ ഡു യു ഗുഡ് സിറ്റ് ഡൗൺ ഫോർ എ വൈൽ ആൻഡ് ചാറ്റ് വിത്ത് മീ. നിന്നെ കണ്ടിട്ട് ആകെ കെയർ വോൺ ആയ മാതിരി തോന്നുന്നല്ലോ. എന്താർത്ഥം? ആകെ പിടുത്തം വിട്ടവന്. ശരിക്കും വോൺ എന്നുള്ള വിയർ വോർ വോൺ ആണ്. അപ്പൊ നീ ആകെ ക്ഷയിച്ചവനായി കാണുന്നുവല്ലോ. അയാളുടെ മുഖത്ത് നോക്കി ഇദ്ദേഹം പറഞ്ഞു, ദെൻ ഇറ്റ് വിൽ ഡു യു ഗുഡ് സിറ്റ് ഡൗൺ ഫോർ എ വൈൽ, കുറച്ചു നേരം എൻ്റെ മുമ്പാകെ ഒന്ന് വന്നിരിക്കുവോ, ആൻഡ് ചാറ്റ് വിത്ത് മീ, എന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ പ്രശ്നങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം സുഹൃത്തെ. നിന്റെ മുഖം കണ്ടിട്ട് വാടിയ പോലെ തോന്നുന്നല്ലോ. ഇറ്റ് വിൽ ഡു യു ഗുഡ് സിറ്റ് ഡൗൺ, യു പ്ലീസ് സിറ്റ് ഡൗൺ ഫോർ എ വൈൽ, മീൻ ഫോർ എ ഷോർട്ട് ടൈം, ആൻഡ് ചാറ്റ് വിത്ത് മീ, എൻ്റെ കൂടെ ചാറ്റ് ചെയ്യൂ.
അപ്പോൾ അതർ മീൻ അതർമേൻ, ആ മുമ്പിൽ വന്ന് നിൽക്കുന്ന മനുഷ്യൻ ഗ്രംബിൾഡ് മിനി പിറുപിറുത്തു, സം വാഗ്യു റിപ്ലൈ, ചില അവ്യക്തമായ ചില മറുപടി. എടോ നീ ആകെ ക്ഷീണിച്ചരണ്ട പോലെ നിൽക്കുന്നല്ലോ. അതെ, നീ ഇവിടെ കുറച്ചു നേരം എൻ്റെ മുമ്പിൽ ഇരിക്കും, ഞാൻ നിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം, നിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞു തരാം, കുറച്ചു നേരം ഇവിടെ ഇരിക്കും മോനെ. ദ അസ്ട്രോളജർ പ്രസ്ഡ് ഹിസ് ഇൻവൈറ്റേഷൻ. ഈ പണിക്കര് അവനെ നിർബന്ധിപ്പിച്ച് തൻ്റെ മുമ്പിലേക്ക് ക്ഷണിക്കപ്പെട്ടു. ഇൻവൈറ്റേഷൻ ക്ഷണം, പ്രസ് ചെയ്യാൻ നിർബന്ധിക്കാൻ നടത്തോടെ. കമ്പൽഡ്, പ്രസ് മീൻ കമ്പൽഡ്. യു പ്ലീസ് കം, ബി സിറ്റ് ഡൗൺ, ഐ വിൽ ടെൽ ഓൾ ആൻഡ് എവറിത്തിങ് ഫോർ യു. നിനക്ക് വേണ്ടി ഞാൻ എല്ലാം പറഞ്ഞു തരാം, നിനക്ക് ആകെ അവശനായി കാണുന്നുവല്ലോ. യു ആർ എ വോൺ ഔട്ട് ഫെലോ, യു ആർ എ കെയർ ഔട്ട് ഫെലോ. ഐ വിൽ ടെൽ ആൾ യുവർ പ്രോബ്ലംസ്, ആൾ യുവർ വറീസ്. ഞാൻ പറഞ്ഞു തരാം മോനെ, ഇവിടെ ഒന്ന് ഇരിക്കും കുറച്ച് നേരം എൻ്റെ മുമ്പിൽ. ഇത് കേട്ടപ്പോൾ മറ്റേ ചങ്ങാതി ഇങ്ങനെ പിറുപിറുത്തുകൊണ്ട് എന്തായി പറഞ്ഞത്, അസ്ട്രോളജർ എന്താണ് വേറെപ്പോൾ അപ്പോഴേക്ക് ഇത് അതർ ട്രസ്റ്റ് ഹിസ് പാം അണ്ടർ ഹിസ് നോസ്. ഇത്രയും പറഞ്ഞപ്പോൾ ആ വ്യക്തി അവൻ്റെ കൈപ്പത്തി അവൻ്റെ ട്രസ്റ്റ് തിരികെ കയറ്റിയെന്ന ശരിക്കും ട്രസ്റ്റ് എന്നുള്ള അർത്ഥം. വേറെപ്പോൾ ദ അതർ ട്രസ്റ്റ് ഹിസ് പാം അണ്ടർ ഹിസ് പാം സെയിം. തൻ്റെ കൈ മൂക്കിൻ്റെ മുമ്പിൽ വെച്ചിങ്ങനെ പറഞ്ഞു, യു കാൾ യുവർസെൽഫ് അസ്ട്രോളജർ. എടോ, നീ സ്വയം ജോത്സ്യൻ എന്ന് പറയുന്നു. യു കാൾ യുവർസെൽഫ്, നീ നിന്നെ തന്നെ പേരിട്ട് വിളിക്കുകയാണ് ജോത്സ്യർ എന്ന്. നീ പ്രവചകനാണല്ലേ. നീ എന്തൊക്കെയാ പ്രവചിക്കുന്നത്? ദ അസ്ട്രോളജർ ഫെൽറ്റ് ചലഞ്ച് ആൻഡ് സെഡ്. അപ്പോൾ അസ്ട്രോളജി വെല്ലുവിളി എന്നോണം പറഞ്ഞു, ചലഞ്ച് എന്ന വെല്ലുവിളി. നീ നിന്നെ തന്നെ അസ്ട്രോളജർ എന്ന് വിളിക്കുന്നു. ടിൽറ്റിംഗ് ദ അതേഴ്സ് പാം ടുവേർഡ്സ് ഗ്രീൻ ഷാർപ്റ്റ് ലൈറ്റ്. അച്ഛൻ കൈ ഇങ്ങനെ കൈ വെച്ചിരുന്നില്ലേ, അപ്പോൾ അവൻ്റെ കൈ നേരെ കൈരേഖ കാണത്തക്ക രീതിയിൽ കൈ പടം വരച്ച് വെച്ചുകൊണ്ട് ചോദിച്ചു. ടിൽറ്റിംഗ്, മറ്റേ വ്യക്തി കഷ്ടം, നീ നിന്നെ തന്നെ ജോത്സ്യൻ എന്ന് വിളിക്കുന്നു പറഞ്ഞപ്പോൾ ആ കൈപ്പത്തി ഇങ്ങോട്ട് മലത്തി പിടിച്ചുകൊണ്ട്, പാം നന കൈപ്പത്തി പിടിച്ചുകൊണ്ട് നിന്റെ കൈരേഖ ഒന്ന് നോക്കട്ടെ. ടുവേർഡ്സ് ദ ഗ്രീൻ ഷാർപ്റ്റ് ലൈറ്റ്, അവിടെയുള്ള ആ മങ്ങിയ പച്ച വെളിച്ചത്തിലേക്ക്. അത് അവിടുന്ന് ഇവിടുന്ന് അരണ്ട് വരുന്ന വെളിച്ചമാണ്. കാരണം കടലക്കാരൻ്റെ വെളിച്ചം കെട്ടപ്പോൾ പിന്നെ അവിടുന്ന് ഇവിടുന്ന് മിന്നാമിനിങ്ങായി വരുന്ന വെളിച്ചമാണ്. ആ വെളിച്ചത്തിൽ ഇവൻ്റെ കൈരേഖ അങ്ങോട്ട് പലത്തി പിടിച്ചിട്ട് ചോദിച്ചു, പറഞ്ഞു, എന്താ യുവേഴ്സ് ഈസ് നേച്ചർ, നിന്റെ പ്രകൃതം പറയുകയാണെങ്കിൽ. അവൻ്റെ മറ്റേ അടവെടുത്തു. യുവേഴ്സ് ഈസ് നേച്ചർ, മിക്കവാറും അതിലല്ലേ വീഴുക. അതാണ് അത്. നിന്റെ കൈരേഖ, നിന്റെ പ്രകൃതം ഞാൻ പറയുകയാണെങ്കിൽ പറഞ്ഞാൽ കുത്തിട്ടെന്താ പിന്നെ പറയാനാ ചോദിച്ചില്ല. പരമാന ഓ സ്റ്റോപ്പ് ദാറ്റ്, നിർത്തടാ. അത് മറ്റേ ദാദർ സെറ്റ്, നിർത്തത്. ഏത്? ടെൽ മീ സംതിങ് വർത്ത് വെയിൽ. നീ ആ പ്രകൃതം മറ്റേ നിന്റെ അതൊന്നും അല്ലാതെ മൂല്യാധിഷ്ഠിതമായിട്ട് അല്ലെങ്കിൽ നീ പറ. വെർത്തുവയിലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയൂ, അല്ലാണ്ട് നിങ്ങളുടെ അടവൊന്നും എൻ്റെ അടുത്ത് എടുക്കണ്ട. ടെൽ മീ, നീ എന്നോട് പറ. സംതിങ് വർത്ത് മീൻ വാല്യൂഫുൾ. ജീവിതത്തിൽ മൂല്യാധിഷ്ഠിതമായിട്ട് എന്നെ കുറിച്ച് വല്ലതും ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. നീ പ്രകൃതം, സ്വഭാവം, മറ്റേ അടവുണ്ടല്ലോ, അതൊന്നും എൻ്റെ അടുത്ത് പറയണ്ട. അയാളും കുറച്ച് എന്തോ ഉള്ളിരിപ്പ് വെച്ചിട്ടാണ് വരുന്നത്. അങ്ങനെ ഉണ്ടല്ലോ ചില ആൾക്കാർ. ഇവനെ ഒന്ന് പാഠം പഠിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ച് ചില ആൾക്കാർ തരാറുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളാന്ന് തോന്നുന്നു ഈ വന്ന അതർ ഫെലോ. എ സ്ട്രേഞ്ചർ കെയിം there and he demanded to foretell something valuable in his life എന്ന് പറയുന്നതോടുകൂടി നമ്മുടെ ഈ പാഠത്തിലെ സെക്ഷൻ 2 തീരുകയാണ് മൈ ഡിയേഴ്സ്. അപ്പോൾ നിങ്ങൾ ഈ സെക്ഷൻ 2 മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ജ്യോത്സ്യരുടെ ഭാവി പ്രവചനമാണ് നമ്മുടെ കാര്യം. ബാക്കി നമുക്ക് അടുത്ത വീഡിയോ അടുത്ത സെക്ഷൻ 3 വരുന്നതാണ്. അപ്പോൾ ബിഫോർ ദാറ്റ് PVN ഗ്ലോബൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ PVN ഗ്ലോബൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കത് NIOSുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോസ്, പലവിധ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇംഗ്ലീഷ് പുതിയ സിലബസ് പ്രകാരം മാറിയിട്ടുള്ളതാണ്. കുറച്ച് ടഫ് പാഠങ്ങളൊക്കെ തന്നെയാണ്. ഈ സ്റ്റോറി തന്നെ അതിലെ വേർഡ്സുകളും യൂസേജുകളും ഒക്കെ കുറച്ച് ടഫാണ്. സാധാരണ ആർക്കെന്ന് അറിയേണ്ട സിമ്പിൾ സ്റ്റോറീസാണ് ഉണ്ടാവാറ്. ഇത് കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള സ്റ്റോറിയാണ്. അതുകൊണ്ട് സശ്രദ്ധം വായിക്കുക. പിന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഓരോ ഭാഗത്തിൻ്റെയും നിങ്ങൾ അനലൈസ് ചെയ്യുക. ക്വസ്റ്റ്യൻ ഞാൻ വർക്കൗട്ട് ചെയ്യും ഒരു വീഡിയോയിൽ. ഇപ്പോൾ ഇത് ചെയ്യുക. പിന്നെ NIOSന് വേണ്ടിയിട്ടുള്ള നമ്മുടെ TMA ട്യൂട്ടർ മാർക്ക് അസൈൻമെൻറ്റ് പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റൊക്കെ ആയി തുടങ്ങിയിരിക്കുന്നു. January 31 ആണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അതിന് മുമ്പേ December 31 ആകുമ്പോഴേക്ക് തന്നെ അത് എഴുതി തയ്യാറാക്കണം. ആർക്കെങ്കിലും NIOSൻ്റെ TMA
അഥവാ ട്യൂട്ടർമാർക്ക് അസൈൻമെൻറ്റ് കിട്ടാത്തതുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് PDF ആയിട്ട് അയച്ചു തരുന്നതാണ്. ഓക്കെ, വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. മാത്രമല്ല NIOSൻ്റെ പുതിയ രജിസ്ട്രേഷൻ ആർക്കെങ്കിലും വേണമെങ്കിൽ അതും നമ്മൾ PVN ഗ്ലോബൽ രജിസ്റ്റർ ചെയ്ത് ക്ലിയർ ആക്കി കൊടുക്കും. ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നതാണ്. ഓക്കെ, ഗുഡ് ബൈ ടു യു.